ആയാലോ ഇതിപ്പോൾ എങ്ങോട്ടേക്ക് ഓടിപ്പോകുന്നതെന്ന് അറിയോ? മദീന മാൾ കാണാൻ വേണ്ടിയിട്ടാണ്. മദീന മാളിൽ പോകാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായി അവന് പ്രശ്നമാക്കുന്നത്. എന്താ പറഞ്ഞാലും അവൻ അവിടെ നമ്മൾ മുമ്പ് പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഷാർജ വന്നിട്ട് 3 മാസമായി ഇങ്ങോട്ട് വന്നിട്ട്, പിന്നെ അവിടെ പോയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര സന്തോഷത്തിലുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടി കയറിയപ്പോൾ തന്നെ ഇന്ന് അവൻ അങ്ങനത്തെ മാളിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ കളിക്കാനും കാര്യങ്ങളുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഇടയ്ക്കൊക്കെ അവനെ കൊണ്ട് പാർക്കിലോ മാളിലോ എവിടെയെങ്കിലും പോകും. ഇല്ലെങ്കിൽ ഇവിടെ ഒറ്റയ്ക്ക് തന്നെ വീട്ട് റൂമിൽ നിൽക്കുന്നല്ലേ, അപ്പോൾ എന്തെങ്കിലും അവനൊരു മാറ്റം വരട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളെടുക്കുക അവനെ കൂട്ടിയിട്ട് എവിടെയെങ്കിലും പോകും. അങ്ങനെ ഇന്നും അതുകൊണ്ട് അതിനെ മാളിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. എനിക്ക് ഈ മാൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇത് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ അത്യാവശ്യം കാണാനും നല്ല മാളാണ്. അതുകൊണ്ട് നമ്മൾ മുമ്പ് ദുബായിലുണ്ടാകുമ്പോൾ കൂടുതൽ ഇങ്ങോട്ടേക്ക് തന്നെ വരുന്നുണ്ടായി. കുറേ വേറെ മാളിനേക്കാൾ കുറച്ച് തിരക്കും കാര്യങ്ങൾ കുറവായതുകൊണ്ട് ഇവിടത്തേക്കാണ് കൂടുതൽ വരൽ. ഇവിടെ അത്യാവശ്യം നല്ല ബോട്ടിക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇങ്ങോട്ടേക്ക് വരും. പക്ഷേ ഇടയ്ക്ക് എപ്പോഴെങ്കിലും പോയിട്ട് നോക്കാൻ സമയം കിട്ടലുള്ളൂ. എന്താ പറഞ്ഞാൽ ഇവൻ്റെ ആക്ടിവിറ്റീസ് കാര്യങ്ങൾ കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഫുള്ള് പ്രശ്നമാക്കാൻ തുടങ്ങും. പിന്നെ നേരെ വീട്ടിലേക്ക് വിടൽ തന്നെ ഡെയിലി. അതുകൊണ്ട് അങ്ങനെ നമ്മൾ നേരെ അവനത് കണ്ടതിൻ്റെ സന്തോഷമാണ് നേരെ അങ്ങോട്ടേക്ക് വിട്ടിട്ട് അവന് ഒറ്റയ്ക്ക് തന്നെ ഓടിപ്പോകുന്നതാണ്. എവിടെയെങ്കിലും ഇങ്ങനത്തെ മാളോ കാര്യങ്ങൾ കണ്ടാൽ ഈ അവസ്ഥയാണ്. ഭയങ്കര ഹാപ്പിയാണ് ആൾ. പിന്നെ അവനെ കൊണ്ട് അങ്ങനെ വലിയ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് സമയം അവിടെ കളിക്കാൻ വിട്ടാൽ മതി. അപ്പോൾ ഇന്നിപ്പോൾ അവിടെ കയറി കളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അവിടെ നിന്ന് കുറച്ച് റൈഡ്സിലൊക്കെ കയറി. പിന്നെ അതിപ്പോൾ കാറും അച്ഛനും മോനും കാറ് റൈഡ് ചെയ്യുന്നതാണ്. ഇവിടെ രണ്ടാക്കി അതിൽ കയറാൻ പറ്റുള്ളൂ. അവന് അതിൻ്റെ അടുക്കൽ അപ്പുറത്തെ കുട്ടികൾ ഇടയ്ക്ക് വന്നിട്ട് അവർക്ക് ശരിക്കും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവൻ അപ്പടെ പേടിപ്പിക്കുന്നു. നേരെ ഓട്ടാത്തതുകൊണ്ടെല്ലാം ഇടയ്ക്ക് പേടിപ്പിക്കാം. അങ്ങനെ ഇവനാണെങ്കിൽ കാറെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. അതുകൊണ്ട് പിന്നെ നമ്മൾ കൂടുതൽ ഇതിലിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ മുമ്പ് പോകുന്നുണ്ടായി. പിന്നെ വേറെ ആക്ടിവിറ്റീസിനേക്കാൾ അവന് ഇഷ്ടം ഇതാണ്. ഇത് എത്ര സമയം വേണമെങ്കിലും ഇരിക്കും, ഒരു പ്രശ്നവുമില്ല. ഇങ്ങനെ എത്ര സമയം വേണമെങ്കിൽ റൈഡിലിരിക്കാൻ വേണ്ടിയിട്ട് അവന് പ്രശ്നം കാര്യങ്ങളൊന്നും വരലില്ല. അങ്ങനെ അത് ചെയ്തു. പിന്നെ ഞാൻ വേറെ എന്തെങ്കിലും ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ സിബിയുടെ സിബിടനോട് പറഞ്ഞ് നിങ്ങൾ അവൻ്റെ ഒന്നിച്ചിട്ട് പോയിക്കോന്ന് പറഞ്ഞിട്ട് വിട്ടതാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വേറെ അടുത്തേക്ക് പക്ഷേ ഇതുവരെ ഇവിടെ നാട്ടിലത്തെ ട്രെയിനിൽ പോയിട്ടുണ്ട്, മെട്രോയിലൊക്കെ പോകുന്നുണ്ടല്ലോ. പക്ഷേ അവിടെ മാള് ട്രെയിൻ കാണുമ്പോൾ എപ്പോഴും പോകണമെന്ന് പറയും. അങ്ങനെ ഇന്ന് അതിലും കയറി. ആരും ഉണ്ടായിരുന്നില്ല, അവൻ ഒറ്റയ്ക്ക് തന്നെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് വേറെ പിള്ളേരൊന്നും ഇന്ന് അത്യാവശ്യം കുറവ് തന്നെ ഉണ്ടായതെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ നമ്മൾ വരുമ്പോൾ എപ്പോഴും ഭയങ്കര തിരക്കാണ്, ക്യൂ നിൽക്കേണ്ടി വരുന്നുണ്ട്. ആ കാർസിലൊന്നും ഇരിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ചില ദിവസം ഭയങ്കര തിരക്കും, ചില ദിവസം അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ട്. ഇന്നങ്ങനെ പോയിട്ടുമ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. പക്ഷേ ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് വരാനാകുമ്പോഴത്തേക്ക് അത്യാവശ്യം തിരക്കും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായി. പിന്നെ ആദ്യമൊന്നും കയറിയപ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒറ്റയ്ക്ക് തന്നെ ഉണ്ടായത്. പിന്നെ ഇവൻ ഇറങ്ങിയപ്പോൾ പിന്നെ വേറൊരു കുട്ടികളെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഇതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ അപ്പുറത്ത് ചില സ്ഥലത്ത് ജമ്പിങ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അതിലേക്ക് ഞാൻ പോയിട്ടാണ്. കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ പോയിട്ട് പെട്ടെന്ന് തിരിച്ച് വരാനുണ്ടായി. അവിടെ ഒരു ഫുൾ ടൈം ജമ്പിങ്ങാണ് പരിപാടി. അപ്പോൾ അവിടെ പിന്നെ പോകാൻ പറ്റിയിട്ടാണ്. നമുക്ക് അത്യാവശ്യം പോകാനും ഉണ്ടായി പുറത്തേക്ക്. അതുകൊണ്ട് അവിടെ പോയിട്ടാണ് അടുത്തേക്ക് പോയി. ചെറുതായിട്ട് പേടിച്ച് പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായിട്ട് അടുത്തത് ചെറുതായിട്ട് കളിച്ച് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. നേരെ വീട്ടിലേക്ക് വിട്ടു. ഇത്രയേ ഉള്ളൂ.